ചൂരൽമലയിലെ സമരം അവസാനിപ്പിച്ചു. ADM-മായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. ചൂരൽമലയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കണമെന്നും ടൗൺഷിപ്പ് പദ്ധതി ഉടൻ നടപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അർജുൻ PS-ന്റെ റിപ്പോർട്ട്. വയനാട്ടിൽ രാവിലെ മുതലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് പുന്നപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു. ഒരു ഇടം, അതായത് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ സ്ഥലത്തുണ്ടായിരുന്ന മണ്ണ് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പ്രദേശത്ത് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ പ്രധാനമായും പറയുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി തന്നെ ലഭിക്കണം. 300 രൂപ അടക്കമുള്ളത് ഇപ്പോൾ മുടങ്ങിയിട്ട് കുറച്ച് കാലമായി. മാത്രമല്ല 10, 11, 12 വാർഡുകളിലുള്ളവർക്ക് എല്ലാവർക്കും, ദുരിതബാധിതർക്ക് എല്ലാവർക്കും കൃത്യമായി തന്നെ ദിവസ വേതന ഭത്ത അനുവദിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലത്തെത്തിയെങ്കിലും അവരെയൊക്കെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ADM സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തി കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടാ, എന്തൊക്കെയാണ് ഉറപ്പാണ് ഇന്ന് ADM തന്നിട്ടുള്ളത്? ADM പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അർഹതപ്പെട്ടത് പറഞ്ഞാൽ 10, 11, 12 വാർഡിലെ മുഴുവൻ ആളുകളും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ദുരിതം അനുഭവിച്ചവരാണ്. അവർക്ക് മുഴുവനായിട്ടും കേരള ഗവൺമെൻറ് പറഞ്ഞതാണ് 300 രൂപ ദിനപത്ര കൊടുക്കുമെന്നുള്ളത്. പക്ഷേ ഇവരെ ലിസ്റ്റ് വന്ന് നോക്കുമ്പോൾ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ അതിന് പുറത്താണ്. അപ്പോൾ ഇപ്പോൾ ADM പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുനഃപരിശോധിച്ചിട്ട് 10, 11, 12 മുഴുവൻ ആളുകൾക്കും ദിനപത്ര കൊടുക്കുക എന്നുള്ള വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ നാട് പരിപൂർണ്ണമായിട്ട് ഒലിച്ചു പോയിട്ടൊന്നുമില്ല. ഇവിടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യമായ ഒരു അടിസ്ഥാന സൗകര്യം നിലവിലൂടെ ഇല്ല. ഒരു ചെറിയൊരു ക്ലിനിക്കാണെങ്കിലോ ഒരു ഹോസ്പിറ്റൽ സംവിധാനം, ഒരു മക്കളെ വിദ്യാഭ്യാസമാണെങ്കിലോ, അങ്ങനെ ഒരു സമൂഹത്തിന് ജീവിക്കാൻ ഒരു നാട്ടിൽ അത്യാവശ്യ ഘടകങ്ങൾ എന്തൊക്കെ വേണം അതൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ സർക്കാർ ഒരു വർഷമാവാറായി ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചൂരൽമല പുഴയിൽ ചെളി വാരി സൈഡിലേക്ക് വെക്കുക ചെയ്തത്. പക്ഷേ യാതൊരു വിധത്തിലും അടിസ്ഥാനപരമായിട്ട് അത് ഉറപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കോടികളുടെ അനാസ്ഥയാണ് അവിടെ കഴിഞ്ഞു പോയത്. ആ പുഴയുടെ വർക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൃത്യ കണക്കറിയില്ലെങ്കിലും കൂടിയിട്ട് കോടികളുടെ ചെലവാണ് അതിന് സർക്കാർ വരവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മത്തായിയുടെ കുറ്റി സേഫാന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് മണ്ണിനടിയിലുള്ളത്. അതായത് മത്തായി ഇവർ കൊടുത്ത ശാസ്ത്രജ്ഞനാണ് മത്തായി, സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടാണ് മത്തായിയുടെ വന്നത്. മത്തായി ഒരു കുറ്റി അടിച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് സേഫാ എന്ന് പറഞ്ഞ മുഴുവൻ ഭാഗങ്ങളും ഇന്ന് വെള്ളത്തിൻ്റെ അടിയിലാണുള്ളത്. ഇതൊക്കെ പുനഃപരിശോധിച്ചിട്ട് പുനരധിവാസ ലിസ്റ്റൊക്കെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രശ്നങ്ങളോട് പരിഹരിച്ചാലേ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസമാധാനത്തോടെ അവരുടെ മക്കളെയും രക്ഷകർത്താക്കളെയും നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങൾക്ക് കൃത്യമായ ആനുകൂല്യം ലഭിക്കണം, മാത്രമല്ല തങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അനുവാദം നൽകണം, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇവർ പറഞ്ഞ പോലെ തന്നെ മത്തായി കമ്മീഷൻ ഇവിടെ വന്നു, ഒരു കുറ്റിയടിച്ചു. മത്തായി കമ്മീഷൻ വന്ന് കുറ്റിയടിച്ചു. ഇന്ന് ആ കുറ്റിയടിച്ചതിൻ്റെ മുകളിൽ കൂടെ ഒക്കെയാണ് വെള്ളം ഒലിച്ചു പോയത്. സേഫാണ് പറഞ്ഞ് അൺസേഫ് പറഞ്ഞ് മാർക്ക് ചെയ്തോടത്തൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പം മത്തായിൻ്റെ കല്ലുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം അനുഭവിക്കുന്ന സ്ഥിതിയാണ് ഇപ്പം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ 7:30 മണിക്ക് മുതൽ വന്ന വേലിപ്പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്ന വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സർക്കാർ പറഞ്ഞ 10, 12 വാർഡുകളെ ദിനപത്ത 300 രൂപ വെച്ചിട്ട് ദിവസവേതനം, അതിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സുതാര്യമായ ഇതല്ല ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മെഡിക്കൽ, ഒരു പാരസെറ്റമോൾ വരെ മേടിക്കാൻ ഇന്നൊരു മെഡിക്കൽ ഇതില്ലാത്ത ഒരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. ഇത്രയാണ് ജനങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഇത്തരത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. ജനങ്ങളുടെ വികാരങ്ങൾ കൃത്യമായി തന്നെ അവർ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരെ പറഞ്ഞു ബോധിപ്പിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് എത്തിയത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം ഈ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സ്പെഷ്യൽ ഓഫീസറെ ഇവിടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. വില്ലേജ് ഓഫീസർ വന്നു, വില്ലേജ് ഓഫീസറെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഒന്നെങ്കിൽ ടൗൺഷിപ്പ് പദ്ധതി പെട്ടെന്ന് പൂർത്തിയാക്കുക, തങ്ങളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇവർക്ക് പറയാനുള്ളത്. രണ്ടാമതായി പറയേണ്ടത് ഈ 10, 11, 12 വാർഡുകളിലുള്ളവർക്ക് ഈ ദുരന്തം അനുഭവിക്കുന്ന എല്ലാവർക്കും കൃത്യമായി തന്നെ ക്ഷാമബത്ത അല്ലെങ്കിൽ അവരുടെ കൃത്യമായി ബത്ത നൽകണമെന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അർജുൻ PS, ജനം, വയനാട്.